ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ കയ്യിലുണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നില്ല. പേര് പുറത്ത് പറയുന്ന വളരെ അടുത്ത ലീഡറിന്റെ നമ്മുടെ ഒരു വളരെ നല്ലൊരു ലീഡറിന്റെ ഏറ്റവും അടുത്ത ഒരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 30 കോടി രൂപ DK ശിവകുമാർ കൊടുത്തയച്ചു. അതൊരു കായവണ്ടിയിലാണ് ലാസ്റ്റ് ഇലക്ഷൻസ് കൊടുത്തയച്ചു. അപ്പൊ അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എടുത്തോണ്ടിരിക്കും. DK ശിവകുമാർ 30 കോടി രൂപ കൊടുത്തയച്ചത് സതീശനാണോ? അതൊക്കെ ഞാൻ പറയാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. വെറുതെ ഒരാളെ കുറിച്ച് നമുക്കൊരു ആരോപണം പറയാൻ പറ്റില്ലല്ലോ, തെളിയിക്കണമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് എന്നോട് സംസാരിക്കാൻ, കാരണം എന്റെ ഫോണൊക്കെ ഇതാണല്ലോ, അറിയാലോ. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഫോണും ഞാൻ സൈലൻസിൽ വെച്ചിട്ട് പോലും ഓരോ മിനിറ്റും അടിച്ചുകൊണ്ടിരിക്കുമല്ലേ, മിനിറ്റും. ഇത് ടാപ്പ് ചെയ്യണവർ പോലും ഒരുപക്ഷെ LDFന്റെ ഗവൺമെന്റ് ആയതുകൊണ്ട് അവർ പോലും ഞെട്ടിപ്പോവും. ഈ പ്രതിപക്ഷ നേതാവിന് ഈ കേരളം മുഴുവൻ ഇത്ര ശത്രുക്കളുണ്ടോ? ആ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്താൻ പറ്റുമോ? ഇത്രയും ശത്രുക്കളാണ്. കാരണം ഇന്നിപ്പോൾ എന്നെ വിളിച്ചൊരു കോള്, ആ കോളിൽ പറഞ്ഞത് ഈ പാർട്ടി നശിപ്പിച്ച് നാരായണക്കല്ലാക്കും എന്നൊന്ന് പറയാമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഒറ്റ സംശയം കൂടി, ആ കാര്യത്തിൽ ഒരു വ്യക്തത. 30 കോടി എവിടേക്ക് വന്നു എന്നാണ് പറയുന്നത്? DK ശിവകുമാറിന്റെ പണം ഒരു കായവണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു വിശ്വസ്തന്റെ കായവണ്ടിയിലാന്നാ പറയുന്നത്. അപ്പൊ ആ വണ്ടിയുടെ നമ്പറും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട്. ഈ പണം എത്തിയത് കേരളത്തിലെ കോൺഗ്രസിനാണോ അല്ല സതീശന്റെ കയ്യിലേക്കാണോ? അത് എത്തേണ്ട ആളെ എത്തിക്കാൻ വേണ്ടി കൊടുത്തതാ. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാ എന്നാണ് ഇന്ന് ഞാൻ അറിയുന്നത്. അല്ല, ഇത് ആർക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്? അതൊക്കെ കാലം തെളിയിക്കും. കാലമല്ല, ചിലപ്പോൾ വിതിൻ ഫ്യൂ ഡേയ്സ്. കാരണം ഇവർ എല്ലാവരുടെയും ഉള്ളിൽ മുറിവുകളാണ്, വ്രണങ്ങളാണ്. കാരണം പിന്നിൽ നിന്ന് കുത്തിയതിന്റെ മുറിവ്, പുറകിൽ നിന്ന് കുത്തിയതിന്റെ മുറിവ്, ചിരിച്ചോണ്ട് കഴുത്തറുത്തതിന്റെ മുറിവ്. പക്ഷെ അവരാരും മരിച്ചിട്ടില്ല. ഈ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. മുകളിലൊരു ശക്തിയുണ്ട്. നമ്മൾ പോകുമ്പോ ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലൈഫിനെ അങ്ങനെ വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്യരുത്. നമ്മുടെ അടുത്ത ശ്വാസം നമുക്ക് ദൈവം തന്നാലേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി, സാധിച്ചു നേടുന്നതൊന്നും ശാശ്വതമല്ല. ആണോ? ഇപ്പൊ ഇന്നലെ വന്ന ഒരു വലിയ നേതാവ്, കോടികളില്ല ഈ പാവത്തിന്റെ കയ്യില്, സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നൽകാനായിട്ട്, നന്മ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാണ് ഇന്നലെ വന്ന കുറച്ച് സ്ത്രീകള്. പത്മജ വേണുഗോപാൽ, K കരുണാകരൻ എന്ന ഇതിഹാസത്തിന് മകളെ പുറത്താക്കുവാണ്. ഈ പാർട്ടിക്ക് വേണ്ടി 10-35 വർഷക്കാലം പ്രവർത്തിച്ച ആളുകളെല്ലാം പുറത്താക്കുവാണ്. എന്തൊരു കഷ്ടമാണിത്. പക്ഷെ ഞാൻ അവരെ പോലെ ഒന്നും ഞാൻ കരയില്ല. അതൊക്കെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തേക്കുവാണ്. ഈ 30 കോടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ലഭിച്ചു എന്നാണോ അറിഞ്ഞത്? അവർക്ക് കിട്ടില്ല, എത്തേണ്ടടുത്ത് എത്തിക്കുക. അത് DK ശിവകുമാറിനും അറിയാം, ഈ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്കും അറിയാം. പുറത്ത് വരും. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ കേട്ടോ, ആ എവിഡൻസ് ആയിട്ട് പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പാർട്ടി പ്രവർത്തനത്തിന് ആ 30 കോടി രൂപ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എനിക്കിതിനെ സംഭവിച്ച അന്വേഷണം ഏറ്റെടുക്കണം കേട്ടോ. അങ്ങനെ ജീവൻ പോകുമെന്നൊരു ഭീഷണിയോ ഭയോ ഇപ്പൊ ഉണ്ടോ? മറ്റുള്ളവരെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, സൂക്ഷിക്കണം വളരെ. കാരണം എന്ത് ചതിയും, അധികാരത്തിന് വേണ്ടി എന്ത് ചതിയും ചെയ്യാൻ മടിയില്ലാത്തന്ന് പറഞ്ഞു. പലരുടെയും ഏറ്റവും അടുത്ത ആളുകളെ കൊണ്ട് എന്റെ അടുത്ത് പറയുന്ന ഒറ്റയ്ക്ക് പുറത്തു പോരുത്. ഇന്ന് ഞാൻ നടക്കാൻ പോയത് എവിടെയാണെന്നറിയോ? ഇതിന്റെ ഇവിടെ കുറച്ച് മഴവെള്ളമൊക്കെ കിടക്കുന്നുണ്ട്, അതിൽ കൂടിയാ പോയത്. കാരണം റോഡിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വല്ല വണ്ടി വന്ന് ഇടിച്ച് ചത്തുപോയാലോ. കാരണം മുന്നറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കണേണ്. സതീശന്റെ ഭാഗത്തുനിന്ന് ജീവന് ഭീഷണി ഉണ്ടെന്നാണോ? അദ്ദേഹം എന്റെ അടുത്ത് ഭീഷണിയൊന്നും പെടുത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹമൊക്കെ നമ്മളെയൊക്കെ ഇങ്ങനെ പുഴുക്കളെ പോലെയാണല്ലോ കാണുന്നത്. ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ